തത്തമംഗലം ടാക്സി സ്റ്റാൻഡ് മുതൽ SM ഹൈസ്കൂൾ വരെയുള്ള റോഡ് നവീകരണത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി 40 ലക്ഷം രൂപ അടങ്കൽ തുക ഉപയോഗിച്ചാണ് നവീകരണം നടക്കുന്നത്. നഗരസഭ ഭരിക്കുന്ന UDF പരിപാടി ബഹിഷ്കരിച്ചു. റോഡ് നവീകരണത്തിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിച്ചു. ഇവിടെ ബൈപ്പാസ് റോഡിൽ ഭൂമി മറിച്ച് വിറ്റിട്ട് വില കാണിച്ചിട്ട് വലിയൊരു സംഖ്യ എടുക്കുന്ന ഒരു സ്ഥിതി വന്നിട്ടുണ്ട്. അതേപോലെ ഇവിടെ ചില സർവീസ് ബാങ്കുകളിലുള്ള അഴിമതി ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ അന്വേഷിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായിട്ട് വരികയാണ്. ഒരു ബാങ്കിൽ 90 ലക്ഷം ഡിപ്പോസിറ്റ് ചെയ്തപ്പോൾ അതിലിപ്പോൾ നോക്കുമ്പോൾ ഒന്നുമില്ല. പിന്നെ ഒരു ബാങ്കിൽ 60 ലക്ഷം 70 ലക്ഷം റുപ്യ കട കൊടുത്തിട്ട് പിടിച്ചപ്പോൾ പിന്നെ അതുകൊണ്ട് കെട്ടി ഒരു പലിശയും കൊടുത്തിട്ടില്ല. ഇതൊക്കെ തർക്കങ്ങൾ, ഇങ്ങനെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങൾ ചർച്ച ചെയ്യണം. ഞാൻ ഈ വികസന പ്രവർത്തനത്തിൻ്റെ കോപ്പി വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും തരാം. ഇത് ഒരു കള്ളത്തരം പറയലൊന്നുമല്ല. ഇതൊക്കെ യഥാർത്ഥത്തിൽ ചെയ്തതാണ്. വളരെ സന്തോഷത്തോടുകൂടി ഈ ചടങ്ങ്, ഈ റോഡിൻ്റെ പണി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി 2ാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് നവീകരിക്കുന്നത്. 855 മീറ്റർ നീളത്തിലും 5.50 മീറ്റർ വീതിയിലും MSS രീതിയിലാണ് നിർമ്മാണം നടക്കുന്നത്. അഴുക്കുചാൽ നവീകരണ പ്രവൃത്തിയും ബേം കോൺക്രീറ്റിംഗ് പ്രവൃത്തിയും ഇതോടനുബന്ധിച്ച് നടക്കും. 2 വർഷമാണ് പരിപാലന കാലാവധി. മുരളീധരനാണ് കരാറുകാരൻ. കൗൺസിലർ CA അനൂജ് ഖാൻ അധ്യക്ഷത വഹിച്ചു. ചിറ്റൂർ തത്തമംഗലം നഗരസഭാ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ സ്വാഗതവും അസിസ്റ്റന്റ് എഞ്ചിനീയർ KS കിരൺ നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.